ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ വിൽപത്രം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്താലേ അതിന് വാല്യൂ ഉള്ളൂ, ലീഗാലിറ്റി ഉള്ളൂ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാനിത് പണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്, കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ വിൽപത്രം എന്ന് പറയുന്നത് നമ്മൾ അച്ഛനമ്മയും അല്ലെങ്കിൽ ആരാണോ മരിച്ചു പോകും മുന്നേ എഴുതി വയ്ക്കുന്നതാണ്. പ്രോപ്പർട്ടിയെക്കുറിച്ച്, ഏത് പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കണം, ഏത് മക്കൾക്ക് കൊടുക്കണം, അത്. അപ്പം പലപ്പോഴും പാരൻസ് എന്ന് പറയുന്നത് അവർ ഇന്ന് മരിച്ചു പോകും നാളെ മരിച്ചു പോകും എന്നുള്ളൊരു തോന്നലൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ. ചിലർ അത് ചെയ്യാറുമില്ല. അപ്പോൾ ചെയ്യാത്ത സമയത്ത് മക്കൾ കിടന്ന് കഷ്ടപ്പെടും. ഇനി ചെയ്യുന്ന പാരൻസ് ആണെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കരുതി ആ വിൽപത്രം രജിസ്റ്റേർഡ് അല്ല എന്ന് പറഞ്ഞ് മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. രജിസ്റ്റേർഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും വിൽപത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വിൽപത്രം എഴുതുമ്പോൾ 2 പേര് വിറ്റ്നസ്സസ് ഉണ്ടെങ്കിൽ, ആ വിറ്റ്നസ് ജീവനോടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വില്ല് ലീഗലൈസ്ഡ് ആണ്, വാല്യുബിൾ ആണ്. അതിനകത്ത് ഇല്ലീഗലോ അല്ലെങ്കിൽ നോട്ട് വാലിഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് വാലിഡ്. സോ നോട്ട് നെസസറി ദാറ്റ് എവറി വിൽ ഷുഡ് ബി രജിസ്റ്റേർഡ്. അപ്പം രജിസ്റ്റർ ചെയ്യാത്ത ഒത്തിരി വില്ലുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം മക്കൾ പറയും, പ്രോപ്പർട്ടി എഴുതി വെച്ചത് കാണുമ്പോൾ കിട്ടാത്ത കുറഞ്ഞു പോയ മക്കൾ പറയും ഈ വില്ല് രജിസ്റ്റേർഡ് അല്ലാത്തതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു തരേണ്ടതാണ്. നെസസറി അല്ല, വില്ല് രജിസ്റ്റേർഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വാലിഡ് തന്നെയാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ വിൽപത്രം നമ്മൾ എഴുതുമ്പോൾ 2 വിറ്റ്നസ്സസ് അതിനകത്ത് തീർച്ചയായിട്ടും സൈൻ ചെയ്തിരിക്കണം. 2 വിറ്റ്നസ്സസിൻ്റെ മുന്നിൽ വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ, ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം. ഓക്കെ, ബൈ.